വേണ്ടി അബ്ദുസ്സലാം ബാക്കവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ആദരണീയരായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഈ ജാഥയുടെ നായകനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിവന്യരായ പ്രസിഡന്റും നമ്മുടെയൊക്കെ കരളിന്റെ കഷ്ണവുമായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളോറുകൾ, നമ്മുടെ ഗുരുവിദ്യരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി MT ഉസ്താദ് അവറുകൾ, മറ്റു സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ ചുരുങ്ങിയ ചില വാക്കുകളാണ് എനിക്ക് പറയാനുള്ളത്. ഈ സന്ദേശം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100 വർഷത്തെ സന്ദേശം, ആ 100 വർഷത്തെ പ്രവർത്തനത്തിന്റെ ആഘോഷത്തിന്റെ സന്ദേശം എന്താണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. അതിന്റെ പ്രമേയം ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നുള്ളതാണ്. ഇത് പല സ്ഥലങ്ങളിൽ നമ്മൾ പല രൂപത്തിൽ നമ്മൾ സംസാരിച്ചു. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുക, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം എല്ലാം ആയി എന്ന് തെറ്റിദ്ധരിച്ച കുറെ ആളുകളുണ്ട്. അവരെ ഉണർത്താൻ വേണ്ടിയാണ് അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. അതിന് ഒരുപാട് വിഷയങ്ങൾ അതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ആ വിശ്വാസത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ പൂർണ്ണമായ വിശുദ്ധി പാലിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞ യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ പെൺചൊല്ലി പറഞ്ഞൊരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ടായി. റസൂലുള്ളാഹി അതിന്റെ പേരിൽ വല്ലാതെ വിഷമിച്ചു, വളരെ പ്രയാസപ്പെട്ടു. സഹാബത്ത് ഒക്കെ വളരെ പ്രയാസപ്പെട്ട ആ സംഭവം, അത് ദിവസങ്ങൾക്ക് ശേഷം ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വിശുദ്ധി പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറക്കുകയുണ്ടായി. ആ ആയത്ത് തുടങ്ങുന്നത് ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ആയത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ പലതും വിശദമായി ഞാൻ പറയുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു പറയുന്നുണ്ട്, വലൗലാ ഇദ് സമീഅതുമൂഹു ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ ലൗലാ ഇദ് സമീഅതുമൂഹു വന്നൽ മുഅ്മിനൂന ബിഅൻഫുസിഹിം ഖൈറാ എന്നിങ്ങനെ തുടങ്ങി വളരെ കടുത്ത ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ താക്കീത് ചെയ്യുന്ന ചില ആയത്തുകളാണ്. മുനാഫിഖുകൾ തുടങ്ങി വെച്ചു. മുസ്ലിമീങ്ങളിൽപ്പെട്ട ചിലർ തെറ്റിദ്ധരിച്ചത് ഏറ്റുപറഞ്ഞു. ഇതിനെ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആയിഷ ബീവിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു അനാവശ്യം, ഇത്തരത്തിലുള്ള ഒരു വൃത്തികേട് അവരെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചപ്പോൾ നിങ്ങൾ പറയേണ്ടിയിരുന്നില്ലേ? മോമിനീങ്ങളോട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ പറയേണ്ടിയിരുന്നില്ലേ? സുബ്ഹാനക, പടച്ചവനെ നീ പരിശുദ്ധനാണ്. ഹാദാ ബുഹ്താനുൻ അളീം, ഇത് വലിയ കള്ളക്കഥയാണ് എന്ന് നിങ്ങൾ പറയേണ്ടിയിരുന്നില്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് യഅ്ളുകുമുല്ലാഹു അൻ തഊദു ലിമിസ്ലി, മേലിൽ ഇത്തരം വാക്കുകൾ ആവർത്തിക്കരുത്, മേലിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കരുത് എന്ന് കടുത്ത ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീണ്ട ആയത്തുകളിലൂടെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന്, ആയിഷ ബീവിയെ സംബന്ധിച്ചാണ് ഇവിടെ കുറ്റം പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹിന്റെ റസൂലിനെ സംബന്ധിച്ച് പോലും ഇവിടെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ അംബിയാക്കൾ മഅസൂമിങ്ങളാണെന്ന് നമുക്കറിയാം. റസൂലുള്ളാഹിന്റെ ഇസ്മത്തിനെ ഇവിടെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഇവിടെ ഉണ്ടായത് റസൂലുള്ളാഹിന്റെ ഭാര്യയായ ആയിഷ ബീവിയുടെ അവരുടെ പരിശുദ്ധതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. അതിലാണ് ഇവിടെ സംശയിക്കപ്പെട്ടത്. അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്, ഇത് കേട്ടപാടെ നിങ്ങൾ പറയേണ്ടിയിരുന്നില്ലേ ഇതൊരിക്കലും ഉണ്ടാകില്ലെന്ന്? ഇത് കേട്ടപാടെ നിങ്ങൾ പറയേണ്ടിയിരുന്നില്ലേ സുബ്ഹാനക, പടച്ചവനെ നീ പരിശുദ്ധനാണെന്ന്? ഇവിടെ ആരാ അള്ളാഹിന്റെ പരിശുദ്ധിയെ ചോദ്യം ചെയ്തത്? ഇവിടെ ആരും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധിയെയും ചോദ്യം ചെയ്തിട്ടില്ല. സാധാരണ
റസൂലുള്ളാഹിന്റെ ഭാര്യ എന്ന ആ മഹത്വമുള്ള സഹാബിയത്ത് എന്ന ആ മഹത്വമുള്ള ആ ഒരു സ്ത്രീയെ, ഉമ്മഹാത്തുൽ മുഅ്മിനിൽപ്പെട്ട നമ്മുടെ ഒക്കെ ഉമ്മയായ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട പത്നിയെ ആണ് ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ റസൂലുള്ളാഹിയുടെ ഇസ്മത്തിനെ ചോദ്യം ചെയ്യുന്നില്ല. പിന്നെന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞത്? നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു, നീ പരിശുദ്ധനാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിക്കുന്നു. ഐകാന യംബഗി അലൈക്കും അൻ തുൻകിറൂഹു വലാ യതആതാഹു ബഅദുകും മിൻ ബഅദിൻ അലാ ജിഹത്തിൽ ഹികായ. അതേറ്റു പറയാൻ പോലും നിങ്ങൾ തയ്യാറാവാൻ പാടില്ലായിരുന്നു. അലാ ജിഹത്തിൽ ഹികായത്തി വന്നഖലി വഅൻ തുനസ്സിഹുല്ലാഹ തബാറക വതആല. കാരണം നിങ്ങൾ അള്ളാന്റെ വിശുദ്ധിയെ സംബന്ധിച്ച് ഓർക്കേണ്ടതായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പത്നി അള്ളാഹുവിന്റെ ഖലീഫയാണ്. ഭൂമിയിലെ ഖലീഫമാരാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ. അള്ളാഹുവിന്റെ ഏറ്റവും മഹാനായ റസൂലിന്റെ പത്നി ഒരു വൃത്തികേടുള്ള സ്ത്രീയാണെന്നത് അള്ളാഹുവിന്റെ വിശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതാണ്. ആ വിധത്തിലാണ് അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വിശുദ്ധി മാത്രമല്ല, ആ കുടുംബത്തിന്റെ വിശുദ്ധിയും അവരുടെ സഹാബത്തിന്റെ വിശുദ്ധിയും അവരുടെ ഭാര്യമാരുടെ വിശുദ്ധിയും അള്ളാഹുവിന്റെ കലാമിന്റെ വിശുദ്ധിയും നിങ്ങൾ അംഗീകരിക്കുമ്പോഴാണ് അള്ളാഹുവിലുള്ള വിശ്വാസം സത്യസന്ധമാവുകയുള്ളൂ. ആ വിധത്തിലാണ് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ടത്. വെറുതെ അള്ളാഹു ഏകനാണെന്ന് മാത്രം പ്രഖ്യാപിച്ചത് കൊണ്ട്, അതിങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രം അത് യഥാർത്ഥമായ വിശ്വാസമാവുകയില്ല. അള്ളാഹുവിന്റെ റസൂലിലേക്ക്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിലേക്ക് പോലും ഒരു നഖ്സിനെ, അള്ളാഹുവിന്റെ മഹത്വത്തോട് ചേരാത്ത ഒരു നഖ്സിനെ ചേർക്കാൻ പാടില്ല. അള്ളാഹ് തെരഞ്ഞെടുക്കുന്ന ഒരാളുടെ ഭാര്യ ഒരു മോശപ്പെട്ട സ്ത്രീയാവുകയോ അത് അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ചതല്ല. ആ വിധത്തിലാണ് വിശ്വസിക്കേണ്ടത്. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ കൂടിക്കൊണ്ടാണ് ഈ പ്രമേയം പാസാക്കിയത്. ഈ വിശുദ്ധിയാണ് ഇവിടെ ആവർത്തിക്കപ്പെടേണ്ടത്. ഇന്ന് ഇവിടുത്തെ ബിദ്അകൾ പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് മാത്രല്ല, അള്ളാഹുവിന്റെ റസൂല് പോലും ദിനേന 100 തെറ്റ് ചെയ്യുന്നവരാണെന്ന് പറയാൻ ഉളുപ്പില്ലാത്ത ഒരു വിഭാഗത്തെ പൊറുപ്പിക്കാൻ സമസ്ത തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ സമ്മേളനങ്ങൾ. വളരെ കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ 100 തെറ്റ് ചെയ്യുന്നവരാണ്, അള്ളാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ചെറുതാക്കുന്നവരെ ഒരു നിലക്കും അംഗീകരിക്കാൻ, അത് അംഗീകരിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല എന്നതാണ് വസ്തുത. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞുവല്ലോ, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും അശാറ ഇലാ തറഫിൽ മുശാബഹതി മിൻ ഹൈസു സൂറ യൂഹാ ഇലയ്യ അശാറ ഇലാ തറഫിൽ ഇലാ ജിഹത്തിൽ മുബായനതി മിൻ ഹൈസുൽ മഅനാ. റസൂലും അല്ലാത്തവരും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നാണ് ആയത്ത് പഠിപ്പിക്കുന്നത്. ഈ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് റസൂലുള്ള സാധാരണ മനുഷ്യനാണെന്ന് പഠിപ്പിക്കുമ്പോൾ എന്ത് വിശുദ്ധിയാണ് ആ വിശ്വാസത്തിനുള്ളത്? ആ വിശ്വാസത്തിലൂടെ എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? അതുകൊണ്ടാണ് ബിദ്അത്തിനോട് ഒരു നിലക്കും സമരസപ്പെട്ടു പോവാൻ മുസ്ലിമായ മനുഷ്യന്, ഒരു യഥാർത്ഥ വിശ്വാസിക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ പ്രമേയം കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ആർജവത്തോടെ സമൂഹത്തെ പഠിപ്പിക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് ഈ സമ്മേളനത്തിലൂടെയും ഈ യാത്രയിലൂടെയും ഉദ്ദേശിക്കുന്നത്. അതിൽ സമസ്തക്ക് കൃത്യമായ നിലപാടുണ്ട്, അതിൽ സമസ്തക്ക് കടുംപിടുത്തമുണ്ട്. പക്ഷെ ആ കടുംപിടുത്തം ഒരിക്കലും തന്നെ ഉമ്മത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ അവിടെ കൂടിയിരിക്കുന്നതിൽ ഞങ്ങളെ തടഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊന്നും ഞങ്ങളെ പഠിപ്പിക്കാൻ ആരും വരേണ്ടതില്ല. ഉമ്മത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, മോഡിയോ അല്ലാത്തവരോ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമ്പോൾ ഉമ്മത്ത് ഒന്നിച്ചിരിക്കേണ്ടയിടത്ത് നമ്മൾ എപ്പോഴും ഒന്നിച്ചിരുന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ആദരവ് തരുന്നവർക്ക് അങ്ങോട്ടും ആദരവ് തന്നിട്ടുണ്ട്. യാതൊരു വീഴ്ചയും ഇന്ന് വരെ ആ വിഷയത്തിൽ വരുത്തിയിട്ടില്ല. അതിനുവേണ്ടി പലപ്പോഴും ഭൂമിയോളം താഴ്ന്നു കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി പറയുകയാണ്, ഈ യാത്രയുടെ സന്ദേശം, അത് ആദർശം കൃത്യമായി വിശുദ്ധ
വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുക. ആ വിശുദ്ധിയിൽ നിന്നുണ്ടാകുന്ന എല്ലാ സകല ഗുണങ്ങളും മറ്റിതര സമൂഹത്തോട്, അതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഇവിടുത്തെ മറ്റ് മതങ്ങളൊക്കെ, മതസ്ഥരൊക്കെ, അവരൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ജീവജാലങ്ങളും അങ്ങനെയാണ്. അവരെയും അവർക്കർഹമായ വിധത്തിലുള്ള കാരുണ്യം അവരോട് നൽകുക. നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട സകല വിഭാഗത്തിനും അവരോടൊക്കെ അവർക്കൊക്കെ ഗുണകാംക്ഷയോടുകൂടെ അവരെ ഉപദേശിക്കുകയും അവരെ നൽവഴിക്ക് നയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക എന്നിത്യാദി കാര്യങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ സന്ദേശയാത്രയിലൂടെ നൽകുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഉസ്താദുമാര്, നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികൾ ഒരുപാട് ഇവിടെ പറയപ്പെട്ടു. അതിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഞങ്ങളെപ്പോലെയുള്ള ആളുകളോട് വളരെ കൃത്യമായ നിർദ്ദേശം നൽകലുണ്ട്. നിങ്ങൾ പാരമ്പര്യ കിതാബുകളെ അത്തരം കാര്യങ്ങൾക്കൊക്കെ അർഹമായ പരിഗണന കൊടുത്തുകൊണ്ട് മാത്രമേ ആധുനികതയുടെ ഗുണങ്ങളെ അതിൽ സമ്മിശ്രമാക്കാൻ പാടുള്ളൂ എന്ന് കർശനമായ നിർദ്ദേശം നൽകി. എന്തിനാണിത്? ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഈ ഉമ്മത്തിനെ ഖിയാമത്ത് നാൾ വരെ നയിക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധ്യമാകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനും ബഹുമാനപ്പെട്ട MT ഉസ്താദ് അടക്കമുള്ള നമ്മുടെ നേതാക്കൾക്കൊക്കെ വളരെ ആത്മാർത്ഥമായി, ഇസ്സത്തോടെ, ഹിമ്മത്തോടെ, സത്യസന്ധമായി ഈ പ്രസ്ഥാനത്തെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് നയിക്കാൻ അല്ലാഹുവേ എല്ലാവിധ തൗഫീഖും എല്ലാവിധ തഅയീദും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.